എല്ലാവർക്കും ഹൃദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എഴുത്തിക്കാഫിൻ്റെ നിയത്തിലായി നമുക്കിരിക്കാം. ഞാൻ ഈ പള്ളിയിൽ ഇരിക്കുന്ന അത്രയും സമയം എഴുത്തിക്കാഫിനെ കരുതിയെന്ന് നിയത്ത് ചെയ്യും. എഴുത്തിക്കാഫിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയവും ഏറ്റവും ഭംഗിയായി വിജയപ്രദമായി റമദാൻ അനുകൂല സാക്ഷിയാക്കാൻ ആവശ്യമായ യോഗ്യതയുള്ളതായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മഹത്തുക്കളെ, റമദാൻ യാചനയുടെ മാസമല്ല എന്ന വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഒരു പോസ്റ്ററാണ്. കേരള പോലീസിൻ്റെ അറിയിപ്പ് വായിക്കട്ടെ. അതിങ്ങനെയാണ്: റമദാൻ മാസത്തിൽ നിരവധി യാചകർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇവർ കൊടും ക്രിമിനലുകളാണ്. ഒരു നയാ പൈസയും ഇവർക്ക് കൊടുക്കരുത്. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഇവർ വന്നാൽ വാതിൽ തുറക്കാതെ അവരെ പുറത്തു വിടുക. പോലീസ് കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ, റമദാന് മുമ്പുള്ള അവസ്ഥയെ പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങിയ അന്യസംസ്ഥാനക്കാർ 100,000 ഉണ്ടെന്നാണ് കണക്കുകൾ. ഇവരുടെ ഒഴുക്ക് കൂടാനുള്ള കാരണം പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് റമദാൻ മാസത്തിൽ യാചിക്കാനും റമദാനിൽ നോമ്പെടുത്ത് അവശരായവരെ കീഴ്പ്പെടുത്തി കവർച്ച നടത്താനുമാണെന്നാണ്. യാചകരെ അകറ്റുക, വീടും പരിസരവും സുരക്ഷിതമാക്കുക. കേരള പോലീസിൻ്റെ അറിയിപ്പായിട്ട് വന്ന പോസ്റ്ററാണ്. അപ്പോൾ എല്ലാ റമദാനിലും, ഇനി ഇത് 2000-ലാണ് പള്ളി സേവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ പരിശുദ്ധമായ ഈ പാളയം ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള നന്ദൻകോട്, അതൊരു ടിൻ ഷീറ്റിട്ട ചെറിയ പള്ളിയായിരുന്നു 2000-ൽ. ഞാൻ വരുമ്പോൾ അവിടെ വരുന്ന പള്ളിയിലെ ഇമാമുമാരൊന്നും ഒരാഴ്ചയിൽ കൂടി നിൽക്കാറില്ല. കാരണം അവർക്ക് ഭക്ഷണം ഹോട്ടലിൽ പോയി കഴിക്കണം, അത് പിടിക്കാതെ പ്രയാസം. അങ്ങനെ അബ്ദുൽ ഖാസിമി ദാമത്ത് ബറകാതുഹു വിനീതിൻ്റെ ഉസ്താദാണ്. അദ്ദേഹം വിനീതൻ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ചോദിച്ചു, മോനെ, ഒരു പള്ളിയിൽ ഒരാഴ്ചത്തേക്ക് നീ ഒന്ന് പോയി നിൽക്കാമോ, അവിടെ ആളില്ല. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ പള്ളിയിൽ നിൽക്കാൻ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല, പള്ളി ഇമാമാകാൻ താല്പര്യമില്ല. പഠനം കഴിഞ്ഞ് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ഇതാണ് മനസ്സിലാഗ്രഹം. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും പള്ളി എന്തെങ്കിലും ദീനിയായ സേവനം ചെയ്യണം, ഇതാണ് മനസ്സിലാഗ്രഹം. അപ്പോൾ ഷുക്കൂർ ഖാസിമി ഉസ്താദ് വിളിച്ച് ചോദിച്ചു, മോനെ, ഒരാഴ്ചത്തേക്ക് ഒന്നൊരു പള്ളിയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാൻ വരാം. വന്ന് ജോലി ആരംഭിച്ചു. അപ്പോൾ മഴ പെയ്യുന്ന സീസണാണ്. മഴ പെയ്താൽ പള്ളിയിൽ വെള്ളം മുഴുവൻ പള്ളിക്കകത്ത് വീഴും. ടീൻ ഷീറ്റ് ഇങ്ങനെ പൊട്ടി എല്ലായിടത്തും വിള്ളലുള്ള പഴയ ഒരു ട്രാൻസ്പോർട്ട് ഓഫീസർ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ റിട്ടയർമെൻറ്റ് ഫണ്ട് കൊണ്ടുണ്ടാക്കിയൊരു ചെറിയ പള്ളി, ബർക്കത്തായ പള്ളി. അവിടെ വീടുകളിൽ സന്ദർശനം നടത്താൻ ആരംഭിച്ചു. ഇതിനും കൂട്ടുകാരും കൂടി 2-3 പേരാണ് സുബൈക്ക് വന്നിരുന്നത്. വീട് സന്ദർശനം, ഗൃഹസമ്പർക്കം ശരിയായ വിധമായപ്പോൾ മാഷാഅല്ലാഹ് 60-70 പേരെ പള്ളിയിൽ സുബഹിസ്കരിക്കാൻ വരുന്ന അവസ്ഥയായി. അപ്പോൾ പള്ളിയിൽ വരുന്ന ആളുകൾ ഗസറ്റഡ് റാങ്കിലുള്ള നല്ല ഹൈ പോസ്റ്റിലുള്ള ആളുകൾ, ഇപ്പോൾ വലിയ നിലവാരത്തിലുള്ള ഭൗതികമായി വിദ്യാഭ്യാസപരമായ നിലവാരത്തിലുള്ള ആളുകളാണ്. അത് പറഞ്ഞ ഇമാം, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ 4 ലൈൻ നോട്ട്ബുക്കും പേനയും കക്ഷത്തിലും വേറൊരു കയ്യിൽ ഫ്ലാസ്കും ടിഫിൻ ബോക്സൊക്കെ ആയിട്ടാണ് നന്ദൻകോട് വാസികൾ സുബഹിക്ക് പള്ളിയിലേക്ക് വന്നിരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഇമാം ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നത്, ഇനി ഇമാം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട, ഞങ്ങൾ ഫുഡ് തയ്യാറാക്കി അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഏർപ്പാട് ചെയ്തിട്ടാണ് പോവുക. ഏതാണ്ട് ഒരാഴ്ചക്ക് വേണ്ടി വന്ന വിനീതൻ്റെ സേവനം 2 മാസമായി. ഉസ്താദ് ചോദിച്ചു, മോനെ പോകുന്നില്ലേ, ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കാം, ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ റെഡിയാണ്, പള്ളിയിൽ ജോലി ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഉസ്താദുകൾ പറഞ്ഞു, ഇല്ല, നീ അങ്ങനെയാണെങ്കിൽ നീ തൃശ്ശൂർ കാളത്തോട് പള്ളിയിലേക്ക് വരണം, അവിടെ ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തോളാം. അപ്പോൾ അവിടെ തൃശ്ശൂർ കാളത്തോട് പള്ളി ദർസൊക്കെ നടന്ന പള്ളിയാണ്, ദർസൊക്കെ നടന്നുകൊണ്ടിരുന്ന പള്ളിയാണ്. അവിടെ ദർസ് നോക്കണം, കുറച്ച് കുട്ടികളുണ്ട്, ഇമാമത്തും ചെയ്യണം. ഒരു 6 ഏക്കർ സ്ഥലത്ത് 10-13ഓളം ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനുള്ള ഒരു വലിയ പള്ളിയാണ് കാളത്തോട് ജുമാ മസ്ജിദ്. അപ്പോൾ കാളത്തോട് നിന്ന ഒരു 9 വർഷത്തെ സേവനം, ഈ 9 വർഷത്തിൽ ഈ കേരള പോലീസിൻ്റെ ഈ അറിയിപ്പ് പോലെ എല്ലാ റമദാനും മുന്നോടിയായും വിനീതൻ ജുമയ്ക്ക് അനൗൺസ് ചെയ്യും, റമദാൻ യാചനയുടെ മാസമല്ല, യാചകരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന്. യാചനയ്ക്ക് 2 മുഖമുണ്ട്. ഒന്ന്, ഗതിമുട്ടിയവൻ, അവശത അനുഭവിക്കുന്നവൻ, തകർന്നു പോയവൻ, അവൻ്റെ അപമാനത്തെ, അവൻ്റെ അഭിമാനത്തെ അവൻ വിറ്റ് നിർബന്ധിതനായി അവൻ്റെ മക്കൾക്കോ ഇണക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ വേണ്ടി
മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് കൈ നീട്ടേണ്ടി വന്ന ദുര്യോഗം ഒരു മുഖം അതാണ്. മറ്റൊരു മുഖം അത് കച്ചവടത്തിന്റെ മുഖമാണ്. ആ മുഖത്തെ പറ്റി തൃശ്ശൂർ കാളത്തോട് പള്ളിയുടെ എക്സ്പീരിയൻസ് പറയാം. അവിടെ സുബഹി ഒഴികെ എല്ലാ നേരത്തിനും ആളുകൾ, യാത്രക്കാർ, ഗതിമുട്ടിയവർ പിരിവിന് വേണ്ടി വരും. സുബഹിക്കും ചില സമയത്ത് വരുന്ന അവസ്ഥയായി. അപ്പോൾ 5 നേരവും നിസ്കാരം കഴിയുമ്പോൾ ഒരു പാവപ്പെട്ടവനുണ്ട്, യാത്രക്കാരനുണ്ട്, ഗതിമുട്ടിയവനുണ്ട്, പൈസ പോയവനുണ്ട്, പേഴ്സ് നഷ്ടപ്പെട്ടവനുണ്ട്, വീട്ടിൽ ആരും ഒരു ഇല്ലാത്തവരുണ്ട്. എല്ലാ നിസ്കാര ശേഷം ഇമാമിന്റെ ജോലി അനൗൺസ് ചെയ്യലാണ്, പിരിവെടുക്കലാണ്. അപ്പോൾ നാട്ടുകാർ നല്ല സഹകരിക്കും. 1000, 2000, 3000 രൂപ എല്ലാ വക്തനും കിട്ടുന്ന അവസ്ഥയായി. ഇത് ഇങ്ങനെ സ്ഥിരമായപ്പോൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നമുക്കൊരു പണി ചെയ്യാം. വരുന്നവരൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ള, കഴിവുള്ള ആളുകളാണ്. അത്ര ഗതിമുട്ടിയ അവസ്ഥയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടവരൊന്നുമല്ല. അത്യാവശ്യം കൊള്ളാവുന്ന ആളുകളൊക്കെയാണ് ഈ പിരിവിൻ്റെ മെയിൻ ആളുകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. പള്ളിയിൽ ഒരുപാട് കാട് പിടിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ തൂമ്പയുണ്ട്. തൂമ്പ ഈ പുല്ല് വെട്ടാൻ വീണ സാധനം. അപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ പുല്ല് വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ തരാം. അപ്പോൾ കമ്മിറ്റി അത് തീരുമാനമാക്കി. അപ്പോൾ വരുന്ന ആളുകൾ അത്യാവശ്യം കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള, തിരഗതിയില്ലാത്തവർ, വരുന്നവരൊക്കെ അത്യാവശ്യം പണിയെടുക്കാൻ പറ്റിയവരൊക്കെ തന്നെയാണ്. എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റിയവരാണ്. നിങ്ങൾ ഈ പണി ചെയ്തോളി, നിങ്ങൾക്ക് ക്യാഷ് തരാം. യാത്ര ഗതിമുട്ടിയ ഒരാളല്ലേ, ബുദ്ധിമുട്ടുന്ന ആളല്ലേ, നിങ്ങൾക്ക് ക്യാഷ് തരാം. ഈ സംവിധാനം നടപ്പിലാക്കിയപ്പോൾ മഹത്തുക്കളെ, അറിയാതെ പോലും ആരും വഴിതെറ്റി പള്ളിയിലേക്ക് യാചിക്കാൻ വന്നില്ല. അറിയാതെങ്കിലും ആരെങ്കിലും ഒരാൾ യാചിക്കാൻ വരണ്ടേ? അറിയാതെ പോലും ആരും വഴിതെറ്റി പള്ളിയിൽ യാചനക്ക് വന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര ഉൾക്കാഴ്ചയായി. ചിന്തിക്കുന്ന കുറച്ച് നല്ല ഇടപെടുന്ന യുവാക്കൾക്കും വലിയ ആവേശമായി. കൊള്ളാമല്ലോ പരിപാടി. അപ്പോൾ ഇത് ഇത്രയും നാൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടായി. പള്ളിയിൽ പിരിവ് നിർത്തിയതോടുകൂടി രണ്ടാമത്തേത്, ഈ ജുമയ്ക്ക് ഈ റമദാനിൽ പിരിവ് പാടില്ല എന്ന് പിരിവ് കൊടുക്കരുത് എന്ന് ജുമയ്ക്ക് അനൗൺസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വിനീതൻ പള്ളിയിൽ ജുമയ്ക്ക് റമദാനിനോടനുബന്ധിച്ച് മഹൽവാസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായി ഒരു കാര്യം പറയാറുള്ളത്, ഈ റമദാൻ എന്തിൻ്റെ മാസമാണ്? റമദാൻ എന്തിൻ്റെ മാസമാണ്? റമദാൻ എന്തിൻ്റെ മാസം? നിങ്ങൾക്ക് പറയാം, ഞാൻ ചോദിക്കാം. റമദാൻ എന്തിൻ്റെ മാസം? മൈൻഡ് ഔട്ടായി ഇപ്പോൾ, അതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾ ചോദിക്കുക, റമദാൻ എന്തിൻ്റെ മാസം? നിങ്ങൾ ചോദിക്കുക, ഞാൻ പറയാം. എന്താ? പുണ്യങ്ങളുടെ മാസമാണ്. പിന്നെ കൊള്ളാം, പുണ്യങ്ങളുടെ മാസം. ഖുർആന്റെ മാസമാണ്. പിന്നെ ഇബാദത്തിന്റെ മാസമാണ്. പിന്നെ കാരുണ്യത്തിന്റെ മാസമാണ്. മാഷാഅല്ലാഹ്. പിന്നെ സൽക്കർമ്മങ്ങളുടെ മാസമാണ്. പിന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. കോർ പോയിന്റ് എന്താണെന്നറിയോ? شهر رمضان الذي أنزل فيه القرآن هدى للناس. The core point. هدى للناس. ഖുർആൻ ഹിദായത്തിന്റെ മാസമാണ്. ഖുർആൻ സന്മാർഗത്തിന്റെ മാസമാണ്. മുസ്ലിമിനും ഹിദായത്ത് കിട്ടണം, ഹിന്ദുവിനും ഹിദായത്ത് കിട്ടണം, നസ്രാനിക്കും ഹിദായത്ത് കിട്ടണം, യുക്തിവാദിക്കും ഹിദായത്ത് കിട്ടണം, ജൂതനും ഹിദായത്ത് കിട്ടണം, എല്ലാ മനുഷ്യ വിഭാഗത്തിനും ഹിദായത്ത് കിട്ടണം. ഹിദായത്തിന്റെ മാസമാണ് റമദാൻ. ഈ മാസത്തെ ഈ അമുസ്ലിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ അവരെ നോമ്പുതുറക്ക് വിളിക്കണം, അവരുമായി ഇടപെടണമെന്ന് പറയുകയും അമുസ്ലിം വീടുകളിൽ നോമ്പുതുറക്ക് ഏർപ്പാട് ചെയ്ത് ആദ്യത്തെ റമദാനിന് വന്നപ്പോൾ അമുസ്ലിമായൊരു സഹോദരൻ പരസ്യമായിട്ട് അദ്ദേഹം അതിനനുഭവം പറഞ്ഞു, ഇമാം, ഞങ്ങൾ ഈ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും. എന്താ കാര്യം? 2000 വർഷത്തിലെ അനുഭവം പറയുന്നത് കേട്ടോ. 2000 ആണ്ടിലെ 2026 ആയില്ലേ, 26 വർഷം പോലെ കഥയാണ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കഥ? അദ്ദേഹം പറഞ്ഞു, ദണ്ഡി മാസം ആരംഭിച്ചു. അപ്പോൾ നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹ് പുറത്തുവരുമാറാകട്ടെ. പറയേണ്ടി വന്നത് വേദനയാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ മാപ്പാക്കണം. അള്ളാഹ് നമുക്കെല്ലാം പുറത്തുവരുമാറാകട്ടെ. റമദാൻ മാസം എന്താ ഉപയോഗിച്ച്? ഹിദായത്തിന്റെ മാസത്തെ എന്താ ഉപയോഗിച്ച മനുഷ്യ എന്താ ഉപയോഗിച്ച്? എന്താ പറഞ്ഞേ? ദണ്ഡി മാസം ആരംഭിച്ചു. ദണ്ഡി മാസം ആരംഭിച്ച പിന്നെ ഞങ്ങൾ ഗേറ്റൊക്കെ ലോക്ക് ചെയ്യും. കാരണം ശല്യമാണ്, വലിയ ശല്യമാണ്. അപ്പൊ ഹിദായത്തിന്റെ മാസത്തെ പാവപ്പെട്ട അമുസ്ലിമായ സഹോദരന് തിണ്ടി മാസം എന്ന് പറയേണ്ടി വന്നതിന്റെ കാരണക്കാരാ. അപ്പൊ അതുകൊണ്ട് റമദാനിൽ പറയും, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഏതാ ഹദീസ്? തൻ്റെ കുടുംബത്തിലോ തൻ്റെ അയൽക്കാരിലോ തൻ്റെ നാട്ടുകാരിലോ തൻ്റെ സക്കാത്തിനും സദഖയ്ക്കും അർഹതയുള്ള ആൾ ഉണ്ടായിരിക്കെ പുറത്തേക്കുള്ള ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഹദീസാണ്. ഒന്ന് എല്ലാവരും പറയാമോ? എല്ലാവരും ഒന്ന് പറയാമോ? തൻ്റെ കുടുംബത്തിലോ, ഒന്ന് പറയാമോ? തൻ്റെ കുടുംബത്തിലോ തൻ്റെ നാട്ടിലോ തൻ്റെ അയൽക്കാരിലോ
തന്റെ സദക്ക സക്കാത്തിന് അർഹരുണ്ടായിരിക്കെ, പറയാമോ, തന്റെ സദക്ക സക്കാത്തിന് അർഹരുണ്ടായിരിക്കെ പുറത്തേക്ക് ദാനം ചെയ്താൽ സ്വീകരിക്കപ്പെടുകയില്ല. ഈ ഹദീസ് എല്ലാ ജുമയ്ക്കും പറയാൻ തുടങ്ങി. എന്ത് ഫലമുണ്ടായെന്ന് അറിയോ? നാട്ടുകാര് യാചകർക്ക് പൈസ കൊടുക്കാതായി, പുറത്തേക്കുള്ള ദാനം കൊടുക്കാതായി. അപ്പോ പിന്നെ നാട്ടുകാരുടെ പൈതലേക്ക് പൈസ കൊടുക്കണമല്ലോ. അവർ പറഞ്ഞു, ഞങ്ങളുടെ റിലീഫ് മഹല് കൊടുക്കാമോ, ഞങ്ങളുടെ റിലീഫ് മഹല് കൊടുക്കാമോ. മഹലിലേക്ക് റിലീഫ് വരാൻ തുടങ്ങി. കുറച്ചാളുകൾ പറഞ്ഞു, ഞങ്ങളുടെ സക്കാത്ത് മഹല് കൊടുക്കാമോ. 2021 ആണ്ടിൽ 23,000 ചില്ലാൻ രൂപ സക്കാത്ത് ഇനത്തിൽ വന്നു. അടുത്ത വർഷമായപ്പോൾ 60,000-ലധികം രൂപ സക്കാത്തായിട്ട് വന്നു. മൂന്നാമത്തെ വർഷം 1,4 ലക്ഷം രൂപ വന്നു. നാലാമത്തെ വർഷം 3 ലക്ഷം രൂപയായി. 2009 വിനീതൻ അവിടെ നിന്ന് വിരമിക്കുമ്പോൾ ആ വർഷത്തെ സക്കാത്ത് ഏകദേശം 10 ലക്ഷം രൂപയാണ് സക്കാത്ത്. എന്ത് ഫലമുണ്ടായി? പ്രൊഡക്റ്റീവായ സക്കാത്ത് സിസ്റ്റം ഉണ്ടാക്കി. ആദ്യം കിട്ടിയ പൈസ 5 പേരോ 3 പേരോ കുറച്ച് പേര് കൂടെ പൈസ കൂടുതലിട്ട് ഒരു 3-4 തയ്യൽ മെഷീൻ വാങ്ങി പാവപ്പെട്ട കുടുംബങ്ങളിൽ എത്തിച്ചു. അടുത്ത സക്കാത്തിന് എടുത്ത് കിട്ടിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങി. ആ ഓട്ടോറിക്ഷ ഒരാൾക്ക് വരുമാനത്തിന്റെ വഴിയാക്കി. മഹല്ല് അത് സൂക്ഷിക്കുന്ന മേൽനോട്ടം നടക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ സ്വന്തമാണ്, പക്ഷെ മേൽനോട്ടം മഹല്ല് കമ്മിറ്റി. അടുത്ത വർഷമായപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കി. 6 വീടുകളിലേക്ക് മിനിമം 3,000 രൂപ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്ഥിര വരുമാനത്തിന്റെ സംവിധാനം ഉണ്ടാക്കി. ഇതിങ്ങനെ കയറി വന്നപ്പോൾ പ്രൊഡക്റ്റീവ് സക്കാത്താണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്, അല്ലാതെ തുട്ടികൾ വലിച്ചെറിയലല്ല. പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്നില്ലേ, തുട്ടികൾ വലിച്ചിന് 80 അല്ല 90% ഇത് അർഹരായ ആളുകളല്ല. ഒരു 10% ഗതിമുട്ടിയവരുണ്ടാവും. ആ 10% ഇങ്ങനെ അപമാനിക്കണോ, ഇങ്ങനെ നാണം കെടുത്തണോ, ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണോ, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണോ? തകർന്ന മനസ്സാ യാചിക്കുന്നവന്റെ മനസ്സ്, തകർന്ന മനസ്സാണ്. അവന്റെ മനസ്സ് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ തളർന്ന തരിപ്പണമായി കിടക്കുവാണ്. അവനെ അവസ്ഥയിൽ എത്തിക്കണോ? പിന്നെന്ത് വേണം? ഒന്ന് പരിസരത്തേക്ക് കണ്ണോടിച്ചാൽ മതി. സാധാരണ ചില മഹലുകളൊക്കെ അവരുടെ മഹല് ഗതിമുട്ടിയ ആളുകൾക്ക് അവർ തന്നെ ഫണ്ട് കളക്ട് ചെയ്ത് അവർ അത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ചില മഹലുകൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് എന്തെഴുതി കൊടുക്കും, ലെറ്റർപേഡിൽ എഴുതി കൊടുക്കും, പോയി പിരിച്ചു വാങ്ങും. നമ്മൾ പറഞ്ഞു, ഇവിടുന്ന് ആർക്കും ലെറ്റർപേഡ് എഴുതി കൊടുക്കത്തുമില്ല, ലെറ്റർപേഡ് വന്ന ആളുകൾ ഇവിടെ സ്വീകരിക്കത്തുമില്ല. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കട്ടെ. നോക്കിയപ്പോൾ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള മാന്നമംഗലം, അതുപോലെ കരുവങ്ങാട്, അതുപോലെ ഒരുപാട് 10-15 കിലോമീറ്റർ ചുറ്റളവിൽ പരന്നെടുക്കുന്ന പാവത്തങ്ങളുടെ ഒരു വലിയ ഏരിയ, അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്നവരാണ്. അവർക്കൊക്കെ സക്കാത്തിന്റെയും സദഖയുടെയും ഫിത്തറിന്റെയും വ്യത്യസ്തങ്ങളായ ദാനധർമ്മം പോയപ്പോൾ അവരുടെയൊക്കെ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലപാട് മാറി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് പദ്ധതിയായി. ഇസ്ലാമിന്റെ സക്കാത്ത് നടപ്പിലാക്കിയ ലോകത്തിന്റെ അത്ഭുതം നമുക്ക് അറിഞ്ഞൂടെ? രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സക്കാത്ത് നടപ്പിലാക്കിയപ്പോൾ എന്തുണ്ടായി ലോകത്ത്? സക്കാത്ത് വാങ്ങാൻ ആളില്ല. ഗവർണർമാര് കത്തയക്കുവാണ്, ഖലീഫത്തുൽ മുഅ്മിനീൻ സക്കാത്ത് വാങ്ങാൻ ആളില്ല, എന്ത് ചെയ്യണം? പൈസ എന്ത് ചെയ്യണം? ക്യാഷ് ഉണ്ട്, വാങ്ങാൻ ആളില്ല, അർഹർ വേണ്ടേ? എല്ലാവരും സക്കാത്ത് ഇങ്ങോട്ട് തരുന്നവരായി. എന്തേ കാരണം? അയാളെ സക്കാത്ത് കൊടുക്കുമ്പോൾ അയാൾ സക്കാത്ത് തിരിച്ചു കൊടുക്കുന്നവനാക്കുക എന്നതാണ് സക്കാത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ എന്നും അയാളെ യാചകനാക്കുകയല്ല. യാചകന്റെ കൈ നിന്ദിതയുടെ കൈയാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പള്ളിയിൽ യാചിച്ചപ്പോ തിരുനബി അദ്ദേഹത്തോട് എന്താ ചോദിച്ചത്? മോനെ വീട്ടിൽ എന്താ ഉള്ളത്, എടുത്തോണ്ട് വാ. അദ്ദേഹം പറഞ്ഞു, തങ്ങളെ എന്റെ വീട്ടിൽ ഒരു കീറിയ കമ്പിളി മാത്രമേ ഉള്ളൂ, നീ അത് എടുത്തോണ്ട് വാ. കീറിയ കമ്പിളി കൊണ്ടുവന്നപ്പോൾ ഉടനെ അനുയായികളുടെ മുമ്പിൽ തങ്ങൾ അതിൽ ഏലം വിളിച്ചു. ഈ കമ്പിളി ആര് വാങ്ങും? കീറിയ കമ്പിളിയാ, വിലയില്ലാത്ത കമ്പിളിയാ, ഇത് ആര് വാങ്ങും? ഒരാൾ പറഞ്ഞു 1 ദിർഹമിന് വാങ്ങാം, ഒരാൾ 2 ദിർഹമിന് വാങ്ങാം. 2 ദിർഹം വാങ്ങി, 2 ദിർഹം വിലയില്ലാതെ. പക്ഷെ തങ്ങൾ 2 ദിർഹം വാങ്ങി. ഈ മനുഷ്യന്റെ കയ്യിൽ 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അത്യാവശ്യം ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊടുക്കുക. മറ്റേ ദിർഹം കൊണ്ട് ഒരു മഴു വാങ്ങിയിട്ട് വാ. മഴു ആക്സ്. എന്തിനാ? ആ മഴു വാങ്ങി തിരുനബി ആ മഴുവിൽ ഒരു പിടിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ വിറക് ശേഖരിച്ച് കൊണ്ടുപോയി ആൾക്കാർക്ക് കൊടുക്കുക. ഈ പരിസരത്ത് വ്യാജകനായി നിൽക്കാതെ നീ പണി ചെയ്യും. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹാബി വന്നത് ആത്മാഭിമാനത്തിന്റെ തലവുമായി, നിറഞ്ഞ നിർവൃതിയുടെ മുഖവുമായി, പ്രസന്നതയുടെ ആ അഭിമാന ലാഞ്ചന നിറഞ്ഞ മുഖവുമായിട്ടാണ്. എന്തേ? യാചകനല്ല ഇപ്പോ, ദാനം, എനിക്ക് എന്റെ കയ്യിലുള്ള ദാനം കൊടുക്കുന്നവനാ വന്നിരിക്കുന്നത്. അപ്പൊ യാചനയല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വന്ന ആളെ എല്ലാവർക്കും കൊടുക്കുക, വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുക. അമ്മസായില അല്ലെ, അങ്ങനെയല്ലേ? ആയത്ത് അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അമ്മസായില ഒന്ന് ഓതി. അമ്മസായില
ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് എന്താ അറിയോ, മൈൻഡ് ഔട്ടാവുന്നുണ്ടെന്ന് നിങ്ങളെ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ്. കുറച്ച് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായാൽ മതി, അവരടുത്ത ആളുകൾ പ്രചരിപ്പിച്ചാൽ മതി. അമ്മ സായില ചോദ്യകർത്താവിന് ഫലാത്തനിഹർ, നീ അവനെ വിരട്ടരുതെന്നേ പറഞ്ഞുള്ളൂ. കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണമെന്നല്ല പറഞ്ഞു, വിരട്ടണ്ട. എന്തേ നല്ല വാക്ക് പറഞ്ഞു അവനെ സമാധാനിപ്പിക്കും, സാന്ത്വനിപ്പിക്കും. വിരട്ടണ്ട, ഭയപ്പെടുത്തണ്ട. കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഞാൻ സുബേസ്കാരൻ പോയപ്പോൾ ശബ്ദം പുറത്തു വന്നപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരൻ യാചിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടു അവരോട്. ആ ദേഷ്യം ഞാൻ വല്ലാതെ വിഷമിച്ചു. അയാൾ ഭയങ്കര കരയും, നിന്ന് കരയും, ആ യുവാവെന്ന് കരയും. എൻ്റെ വീട്ടിൽ ഗതിയിൽ എന്നിട്ടില്ല, ഞാൻ ഇറങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പൈസ ചോദിക്കുന്നപ്പോൾ എൻ്റെ മനസ്സിന് അസ്വസ്ഥ ഉണ്ടായി. പുറത്തവനെ എന്തുവാ ഇവൻ ഈ യാചിക്കേണ്ട അവസ്ഥയല്ലല്ലോ, അത്യാവശ്യം കഴിവുള്ളവനാണല്ലോ, എന്തിനാ അവന് യാചിക്കും, സുബഹിക്ക് ഈ റമദാൻ്റെ ആദ്യത്തെ പത്തിലെ കഥ പറഞ്ഞു. അപ്പം ഞാൻ വല്ലാത്ത ദേഷ്യം വിഷമം എനിക്ക് മനസ്സിൽ തോന്നി. പിന്നെ നമ്മൾ സമുദായത്തിൻ്റെ അവസ്ഥയല്ലേ, എല്ലാം പെർമിഷനാണ്. പള്ളിയിൽ ഇങ്ങനെ യാചന എല്ലാം പെർമിഷൻ തുറന്നു കൊടുക്കുന്ന അവസ്ഥയാണ്. എന്താ തുറന്നു കൊടുക്കുന്ന അറിയാം, പേടിച്ചിട്ടാണ്. ശപിച്ച് കളയുമോ, യാചകനെ കൊടുത്തില്ലെങ്കിൽ ശപിച്ച് കളയുമോ എന്നാണ്. യാചകന്റെ ശാപത്തേക്കാൾ കഠിനമാണ് വിശുദ്ധ റമദാനിന്റെ ശാപം. റമദാനിനെ അപമാനിച്ചാൽ റമദാനിന്റെ ശാപം ഉണ്ടാവും. ഹിദായത്തിന്റെ മാസമായ റമദാൻ യാചനയുടെ തെണ്ടി മാസമാക്കുന്നത് ഖുർആനിനെ അപമാനിക്കലാണ്, റമദാനിനെ അപമാനിക്കലാണ്. ഇല്ല, അർഹനെ കണ്ടെത്തി കൊടുക്ക്. നിന്റെ കയ്യിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഗതിമുട്ടിയ വിഷമം, ദീനത, ബുദ്ധിമുട്ട് പറഞ്ഞത് കേട്ടപ്പോ ദാനം ചെയ്യാൻ തോന്നിയോ, ആ പൈസ എടുക്ക്. നീ ഉദ്ദേശിച്ച പൈസ എടുക്ക്, എന്നിട്ട് അത് മാറ്റിവെക്ക്, പോക്കറ്റിലേക്ക്. എന്നിട്ട് നിന്റെ വീട്ടിൽ ഒരു ചാരിറ്റി ബോക്സ് ഉണ്ട്, അതിനകത്ത് ആ ചാരിറ്റി ബോക്സ് വെച്ച് അതിൽ കൊണ്ട് പൈസ എടു. എന്തിനാ? ഒരു തുകയാവുമ്പോൾ നിന്റെ അയൽക്കാരനോ കുടുംബക്കാരനോ നാട്ടുകാരനോ ബന്ധുവോ ഏതെങ്കിലും തരം ബന്ധമുള്ളവൻ ഗതിമുട്ടി ഉള്ളുകൊണ്ട് പിടയുന്നുണ്ടാവും, അവൻ അന്വേഷിച്ചാൽ അവന് കൊടുക്കും. അഭിമാനമായി കൊടുക്ക്. കുട്ടികൾ കൊടുക്കുമ്പോഴാണ് അപമാനം. അഭിമാനമായി അർഹമായ മാന്യമായ ഒരു സഹായം കൊടുക്കുന്നത് അഭിമാനമാണ്, അവന് വലിയ ആദരവാണ്. നിങ്ങൾ ഹദിയ സമ്മാനങ്ങൾ കൊടുക്കുക, പരസ്പരം സ്നേഹം ഉണ്ടാക്കുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് മഹത്തുക്കളെ, യാചകന്റെ ശാപേക്കത്തൊന്നുമില്ല. അതിനേക്കാൾ ഭയപ്പെടേണ്ടത് വിശുദ്ധ റമദാനിന്റെ ശാപത്തെയാണ്, ഖുർആനിന്റെ ശാപത്തെയാണ്. യാചകന്റെ ശാപം ഏൽക്കയില്ല. ഒരാൾക്ക് ഏൽക്കും. ഹലോ ഒരാൾക്ക് ശാപം ഏൽക്കും. ആർക്കാന്നറിയോ? സക്കാത്ത് കൃത്യമായി കൊടുത്തു വിടുന്നില്ല, സദഖ കൃത്യമായി കൊടുത്തു വിടുന്നില്ല. എന്നിട്ട് അവൻ അവകാശമെന്ന് ചോദിച്ചപ്പോൾ അവൻ കൈമലർത്തുകയാണ്, അവന് ശാപം വെക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ആ യാചകന്റെ വിഷമം കേട്ടപ്പോൾ ആ ക്യാഷ് നിങ്ങൾ എടുക്ക്, എന്നിട്ട് പോക്കറ്റ് മാറ്റി വെക്കുക. ഇത് ഈ മനുഷ്യന്റെ ഗതിമുട്ടിയവന്റെ വേദന കേട്ടപ്പോൾ ചെയ്യാൻ തോന്നിയ സദഖയാണ്, ഇത് ഞാൻ മാറ്റി വെക്കുക. എന്നിട്ടോ ഒരു ചാരിറ്റി ബോക്സ് വീട്ടിൽ വെച്ചിട്ട് ആ ബോക്സ് കൊണ്ട് എടുക്കും. അപ്പൊ നിങ്ങൾ ആ മനുഷ്യൻ അർഹനാണോ എന്നുള്ളത് 80-90% ഉറപ്പില്ലാത്ത കേസാണ്. അതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തില്ല. അയാൾ കേട്ടപ്പോൾ എനിക്ക് വേദന വന്നു. എന്നാൽ ഈ മനുഷ്യൻ പുറത്ത് പരസ്യമായി അപമാന ഭാരം താങ്ങാനാകാതെ വിങ്ങി വിതുമ്പി പൊട്ടി എന്നോട് ചോദിച്ചു. എന്നാൽ എന്റെ വീട്ടിലോ നാട്ടിലോ അയൽക്കാരിലോ കുടുംബക്കാരിലോ ബന്ധുക്കളിലോ ഉള്ളവൻ മുണ്ട് മുറുക്കിയെടുത്ത് യാചിക്കാതെ രഹസ്യമായി ഉള്ളുകൊണ്ട് വിങ്ങി വിതുമ്പി കഴിയുന്നുണ്ടാവും. അവന്റെ ഓരിയാണിത്, അത് ഉറപ്പാണ്. ഏതെങ്കിലും ഒരാളുണ്ടാവും, ഒന്നുകിൽ നാട്ടിൽ അല്ലെങ്കിൽ അയൽക്കാരിൽ കുടുംബത്തിനുണ്ടാവും. അവനെ കണ്ടെത്തി കൊടുക്കണം. അപ്പൊ ഇവന്റെ ശാപേക്കത്തില്ല. ഇവൻ വഴി ഇസ്ലാമിന്റെ അപമാനത്തിന്റെ സഹായിയാകുന്നതിൽ നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അർഹനായ ആൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഇസ്ലാമികമായ ധർമ്മം അത് പൂർത്തിയാവുകയും ചെയ്യും. മതകളെ, വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. വിശുദ്ധ റമദാൻ അത് യാചന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നത് നമ്മൾ ദൃഢമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മഹലിൽ നല്ല അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാവും. ഈ മഹല് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ഏറ്റവും അഭിമാനമായ ഒരു നല്ല സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ സിസ്റ്റം വേണ്ട വിധേന അറിയുന്ന, അത് നയിക്കാൻ പറ്റുന്ന നല്ല പ്രയോക്താക്കളില്ല എന്നത് ഈ സമുദായത്തിൻ്റെ വേറൊരു പരാജയമാണ്. ശരിക്കും അതിന് പറ്റുന്ന വോളണ്ടിയേഴ്സിന് അല്ലെങ്കിൽ ലീഡേഴ്സിന് അല്ലെങ്കിൽ ട്രെയിനേഴ്സിന് അല്ലെങ്കിൽ മഹല്ല് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സിന് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അറബി കോളേജുകളാണ്. ആ അറബി കോളേജുകളിൽ അത്യാവശ്യം ചലിപ്പിക്കാൻ പറ്റുന്ന പഠനത്തിന് വേണ്ടി 8 വർഷത്തോളം അൽഹംദുലില്ലാഹ് ദീർഘകാലയളവ് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ആ മിമ്പറിന്റെ മെഹ്റാബിന്റെ ആ പരിസരത്ത് മാത്രം നിന്നുകൊണ്ടുള്ള ഇടപെടലാണ്. ആ ശബ്ദം ഓഫീസിലെ മഹലിന്റെ ഗവേണിങ്സിലേക്ക് എത്തുന്നില്ല. കാരണം എന്താ? കമ്മിറ്റിക്കാരെ സദസ്സില്ല. അധികം കമ്മിറ്റിക്കാരും അവരെ ഓഫീസിൽ തിരക്കിലായിരിക്കും. മാസപിരിവിയുടെ പിരിവിന്റെ, അതുപോലെ പലതരത്തിലുള്ള പിരിവിന്റെ തിരക്കിലായിരിക്കും. ജുമാ ലാസ്റ്റ് മൊമെന്റ് മിക്കവാറും ഓഫീസ് അടയ്ക്കാം. വല്ലാതെ വേദിക്കാറുണ്ട്. മക്കളെ, നിങ്ങളാണ് ആദ്യം വന്നിരിക്കേണ്ടത് സദസ്സിൽ, നിങ്ങളാണ് ആദ്യം ഇത് കേൾക്കേണ്ടത്. ഈ ഖുർആനിന്റെ മഹല്ല് സാമൂഹിക വികസനത്തിന്റെ ഇസ്ലാമികമായ പാഠങ്ങൾ, അധ്യാപനങ്ങൾ ആദ്യം കേൾക്കേണ്ടത് മഹല്ല് കമ്മിറ്റിക്കാരാണ്. പക്ഷെ അവർക്ക് സമയമില്ല. അപ്പോ അവിടെ ജഹാലത്ത് നടക്കും, അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടും. എല്ലാ മേഖലയിലും അങ്ങനെ. പേരിന് മാത്രമായി മഹല്ലുമാർ.
അപ്പോൾ 3 തലങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളായി ഇമാമുമാരെ മാറണം. ഒന്ന്, മിമ്പറുകൾ സുശക്തമാക്കുന്ന, ഇസ്ലാമിന്റെ ആധികാരികത പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല പ്രാപ്തിയുള്ള പണ്ഡിതന്മാരായി ഒന്നാമത്തെ ഭാഗം ഇമാമുമാർ മാറണം. രണ്ടാമത്തെ ഭാഗം ഗവേണിങ്സ് അവർ നല്ല ഐഡിയ ഉള്ളവരായിരിക്കണം. അഥവാ ഫൈനാൻഷ്യൽ ലിറ്ററസി അവർ പഠിക്കണം, സാമ്പത്തികമായ ക്രയവിക്രയത്തിന്റെ രീതികൾ പഠിക്കണം, ഡോക്യുമെന്റേഷൻ പഠിക്കണം. ഒരു മഹല്ല് സർവോന്മുഖമായ വികസനത്തിന് ഏത് തലങ്ങളിൽ ഇടപെടണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ വേണം, എങ്ങനെയൊക്കെ അത് വളർത്തിക്കൊണ്ടുവരണമെന്ന് ആര് അറിഞ്ഞിരിക്കണം? ഇമാം അറിഞ്ഞിരിക്കണം. ഇമാം അറിഞ്ഞാൽ അങ്ങോട്ട് സ്വീകരിക്കുമെന്ന് വലിയ പ്രതീക്ഷയില്ല. മെല്ലെ 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 ഇമാം ആ മേഖലയിലേക്ക് പ്രാപ്തിയുള്ളവരാണെന്ന് അറിയുമ്പോൾ മെല്ലെ 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 ഇടപെടാൻ അവസരങ്ങളുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പൊ ഇമാമിന്റെ സന്ദേശം, പ്രഭാഷണം കേവലം ഈ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ മഹലിന്റെ എല്ലാ ഏരിയയിലേക്കും ഇദ്ദേഹം മസ്ഊലാണ്. കുല്ലുക്കും മസ്ഊൽ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, ഉത്തരം പറയേണ്ടവരാണ്. രണ്ടാമത്തെ ഏരിയ, ഈ ഗവേണിങ്സിൽ വേറൊരു ഭാഗം കൂടിയുണ്ട്. അത് ലോക്കൽ ഗവൺമെന്റ് ആവട്ടെ, നാഷണൽ ഗവൺമെന്റ് ആവട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആവട്ടെ, കേരള സർക്കാർ ആവട്ടെ, ഒരുപാട് പ്രൊജക്ടുകൾ സാമൂഹിക വികസനത്തിന് വേണ്ടി ഫണ്ടുകൾ മാറ്റിവെക്കാം പല തലങ്ങളിലായി. ഇതിനെ അറിയുന്നവരോ അറിഞ്ഞ് അത് മനസ്സിലാക്കി താഴേക്കിടയിലേക്ക് എത്തിക്കുന്നവരോ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആ വിഷയത്തിൽ വളരെ മുന്നിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മൈന്യൂട്ടായ പെർസെൻറ്റേജ് പോലും ആ ഏരിയയിൽ ശ്രദ്ധ ഇല്ല. വളരെ കുറഞ്ഞ ഏരിയയിലൊക്കെ മെക്ക പോലുള്ള ഒരുപാട് സിജി പോലുള്ള ഇടപാട് നടത്തുന്നെങ്കിൽ വളരെ കുറവാണ്. അത് പരിമിതികളുണ്ട്. മഹലിന്റെ അധിപൻ, മഹലിന്റെ അധികാരിയായ ആത്മീയ അമരക്കാരനായ ഇമാം ആ വിഷയത്തിൽ ഐഡിയ ഉള്ള ആളാണെങ്കിൽ അത്ഭുതകരമായി സ്വാധീനിക്കാൻ പറ്റും. അപ്പൊ ഗവേണിങ്സ്, മഹല് ഗവേണിങ്സ് പോലെയാണ് ഭൗതികമായ മറ്റ് സംവിധാനങ്ങളിലുള്ള ഇടപെടലുകളെ മഹൽ ഇമാം അറിയണം. എന്നിട്ട് ഇത് നാട്ടുകാരിലേക്ക്, സാധാരണക്കാരിലേക്ക്, താഴേക്കടയിലുള്ള ഗ്രാസ് റൂട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. മൂന്നാമത്തേത് ഈ സാധാരണക്കാരുമായുള്ള ബന്ധമാണ്. അവനുമായി ബന്ധപ്പെട്ട് അവന്റെ പ്രശ്നങ്ങൾ എന്താ, അവന്റെ വീടുകളിൽ പോയി അവൻ വിളിച്ചാലേ പോകൂ എന്നുള്ളതാണ് ഇപ്പോൾ നടന്നു വരുന്ന സിസ്റ്റം. ഇപ്പോൾ നടന്നു വരുന്ന സിസ്റ്റം എന്താ വെച്ചാൽ വിളിച്ചാലേ പോകാവൂ. വിളിച്ചാലേ, അത് മഹലുകൾ നിയമമാണ്. ചില മഹലുകൾ ഗൃഹസമ്പർക്കം പാടില്ല, ഗൃഹസമ്പർക്കം പാടില്ല. അതേ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. മഹൽ അധികാരികളെ കൂട്ടിക്കിട്ടി ഇമാമും വീടുകളിൽ പോകണം. മഹൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂട്ടി ഇമാമും വീടുകളിൽ പോകണം. വീടുകളിൽ പോയി കുറച്ച് സമയം ഇരുന്ന് സൗഹൃദം ഉണ്ടാക്കി അവരെ പ്രശ്നങ്ങളെ അറിഞ്ഞ് അവരെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഇടപെട്ട് മരിക്കുമ്പോൾ മാത്രം പോയാൽ പോരാ നടത്തും. ജനാസ എടുക്കാനോ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ കൊണ്ട് മാത്രം പോയാൽ പോരാ. ജീവിച്ചിരിക്കേ പോകണം, രോഗിയായിരിക്കുമ്പോഴേ പോകണം, ആരോഗ്യാവസ്ഥയിലേ പോകണം. എന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപഴകാൻ ഇമാമിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കണം. പഠിക്കുന്ന കാലത്ത് അത് കിട്ടണം. ദഅവത്തുമായി ബന്ധപ്പെട്ട, പരിശ്രമവുമായി ബന്ധപ്പെട്ട, തബ്ലീഗുമായി ബന്ധപ്പെട്ട ആ കുട്ടികൾ കുറച്ചൊക്കെ മുലാഖാത്തിന് അവസ്ഥ ഉണ്ടാവുന്നു. വീട് സന്ദർശനം കിട്ടുന്നുണ്ട്. മറ്റ് പല വിധങ്ങളായ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഗൃഹസമ്പർക്കം ഉണ്ടാവാറുണ്ട്. മറ്റേ പിരിവുകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പിരിവുകൾക്ക്, അല്ലെങ്കിൽ പുസ്തകം വിൽക്കാൻ, മാസിക വിൽക്കാനൊക്കെ പോകാറുണ്ട്. അതല്ല, ഒരു മഹല്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ എങ്ങനെ ഇടപെടണം, എങ്ങനെ ഇടപെടണമെന്ന ബോധം, ഉൾക്കാഴ്ച, ആ രീതിയിൽ പരിശീലനം കിട്ടി കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരണം. ഇത് 25 വർഷത്തെ മഹല്ല് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ചിന്തയും ചർച്ചയും. എൻ്റെ ബൈ പാഷൻ ഏരിയയാണ് മൈൻഡ് കോച്ചിങ്, കൗൺസിലിംഗ്, ട്രെയിനിങ് ഒക്കെ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമുള്ളത് മഹല്ല് ഡെവലപ്പ് ചെയ്യാനുള്ള വിവിധങ്ങളായ കാലിബറും കപ്പബിലിറ്റിയും കപ്പാസിറ്റിയുള്ള ആളുകളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൻ്റെ ആഗ്രഹത്തിലാണ് വിനീതൻ കൂട്ടുകാരുമായി പല രീതിയിൽ ചർച്ച ചെയ്ത് വ്യത്യസ്തങ്ങളായ അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ഒരു സംവിധാനത്തിന് അവസരമുണ്ട്. ഗീലാൻ ഇന്റലക്ച്വൽ അക്കാഡമി എന്ന ഒരു സ്ഥാപനം ഇവിടെ പെരിങ്ങമല ആരംഭിക്കുക. +2 കഴിഞ്ഞ വിദ്യാർത്ഥി, +2 പാസ്സായ വിദ്യാർത്ഥി ഡിഗ്രിയോടൊപ്പം അവൻ 3 വർഷം കൊണ്ട് അവൻ ഡിഗ്രിയോടൊപ്പം ഡുവൽ ഡിഗ്രി ഓപ്ഷനാണുള്ളത്. BA സോഷ്യോളജിയോ BA സൈക്കോളജിയോ പഠിക്കുന്നതോടൊപ്പം തന്നെ 3 വർഷം ഖുർആൻ ശരീഫ് അർത്ഥസഹിതം പഠിക്കണം. 3 വർഷം കൊണ്ട്. കൂട്ടത്തിൽ അവൻ ലാംഗ്വേജിൽ എക്സ്പെർട്ടാണ്. ഒരു ഭാഷ പഠിക്കാൻ മിനിമം 4 മാസം മതി എന്നാണ്. ലോകത്ത് ഏത് ഭാഷ എടുത്തു നോക്കിയാലും ഏറ്റവും കുറഞ്ഞത് 4 മാസം മതി അവനത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഭാഷ അറബിയാണെങ്കിൽ നാം എളുപ്പമാക്കി എന്ന് അള്ളാഹു ആണയിട്ട് പറഞ്ഞതാണ്. വളരെ എളുപ്പമായ ഭാഷ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഭാഷ. അപ്പൊ ആ ഭാഷ വളരെ എളുപ്പമാണ്. 4 മാസം കൊണ്ട് അത്യാവശ്യം നല്ല ബേസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് അവനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ മഹല്ല് ഡെവലപ്മെന്റ് എങ്ങനെയാണ് സയന്റിഫിക്കലി സാധ്യമാവുക എന്ന് ഇന്ന് ഒരു സാമൂഹിക വികസനത്തിന്റെ വ്യത്യസ്തങ്ങളായ മെത്തഡോളജികൾ ലോകത്ത് പ്രശസ്തമാണ്. നമുക്കറിയാം, ഇപ്പോൾ 2015 UN അനൗൺസ് ചെയ്ത ഒരു പദ്ധതി ഇതാണ്, മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2015. അതിനകത്ത് ഒരു ഏതാണ്ട് 17ഓളം ഗോളുകൾ, സസ്റ്റൈനബിൾ ഗോളായിട്ട് 17ഓളം ഗോളുകൾ ഒക്കെ രാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഇസ്ലാമിന്റെ മഖാസിദ് ശരീഅയുമായി വളരെയേറെ ഇഴകിച്ചേർന്ന വലിയ ബന്ധമുള്ള
സിസ്റ്റമാണ് ഈ സസ്റ്റൈനബിൾ ഗോൾ. മഖാസിദ് ശരിയ പറയുന്ന ആവശ്യങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ. നോക്കി, ഇവിടെ പ്രധാനപ്പെട്ട മേഖല ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഒന്നാമത്തെ ഏരിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. രണ്ടാമത്തേത് പരിസ്ഥിതി സംരക്ഷണമാണ്. മൂന്നാമത്തേത് സമാധാനമാണ്. നാലാമത്തെ സാമ്പത്തിക സമത്വമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ഏരിയ ഫോക്കസ് ചെയ്താണ് സസ്റ്റൈനബിൾ ഗോൾ വന്നിട്ടുള്ളത്. ശരി, മഖാസിദ് ശരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്തിനാണ് ഈ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്ന് അന്തിമ ദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാം പൂർത്തിയായത് എന്തിനാണ്? പ്രധാനമായും 5 ഏരിയയെ ഫുൾഫിൽ ചെയ്യാനാണ്. ഒന്നാമത്തേത് മതബോധം, ധാർമ്മിക ബോധം. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും മഹത്വപ്പെടുത്തുന്നത്, മറ്റു ജീവികളിൽ നിന്നും അവന് പവിത്രതയും പരിശുദ്ധിയും ഉണ്ടാക്കുന്ന ധർമ്മബോധം അവനിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തേത് ഓരോ ജീവനും വിലയുള്ളതാണ്. ഒരു ജീവനും അന്യായമായി ഹനിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി ഹഖ്, അന്യായമായി ഏതെങ്കിലും ശരീരത്തെ ആരെങ്കിലും വധിച്ചാൽ കന്നമാ ഖതലൻ നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ ശിക്ഷയാണവൻ, പാപമാണവൻ അന്യായമായി ഒരാളെ വധിച്ചാൽ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തെയും തൊട്ട് കളിച്ചുകൂടാ. എല്ലാ മനുഷ്യന്റെ ശരീരത്തിന് പവിത്രതയുണ്ട്, അവന്റെ സമ്പത്തിന് പവിത്രതയുണ്ട്, അവന്റെ അഭിമാനത്തിന് പവിത്രതയുണ്ട്. അപ്പോ ജീവന്റെ വില. മൂന്നാമത്തേത് ബുദ്ധി. അവന്റെ ബുദ്ധി അതിന് വിഘാതം ഉണ്ടാക്കുന്ന ഒന്നും അവന് പെട്ടുകൂടാ. അവനല്ല ലഹരിയുമായി ബന്ധപ്പെടാൻ പാടില്ലെന്ന് പറയാൻ കണ്ടത്. അവന്റെ ബുദ്ധി പവിത്രമാണ്. ആ ബുദ്ധി അവന്റെ വ്യക്തിത്വത്തെ സുരക്ഷിതമാക്കുന്നു. അവന്റെ എല്ലാ തലത്തിലും സുരക്ഷിതത്വം നൽകുന്ന സാധനമാണ് ബുദ്ധി. അത് കേടുവരുത്തിക്കൂടാ, ഒരു നിലക്കും കേടുവരുത്തിക്കൂടാ. ബുദ്ധിക്ക് വിലയുണ്ട്. ആ ബുദ്ധിയുടെ വിലയാണ് മൂന്നാമത്. നാലാമത്തേത് അവന്റെ പരമ്പര. അവൻ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ഇവിടെ ശേഷിപ്പുകൾ ബാക്കി വെക്കേണ്ടത്, പൈതൃകം ബാക്കി വെക്കേണ്ടത് ഏറ്റവും നല്ല സന്താനങ്ങളാണ്. അപ്പൊ സന്താന സുരക്ഷിതത്വം, പരമ്പര സുരക്ഷിതം, ധാർമ്മിക ബോധത്തിൽ നന്മയിൽ നല്ല ബന്ധങ്ങളും വിവാഹങ്ങളും. അഞ്ചാമത്തേത് അവന്റെ സമ്പത്ത്. ഈ 5 ഏരിയയിലെ സുരക്ഷിതത്വത്തിന്റെ, സംരക്ഷണത്തിന്റെ, സമാധാനത്തിന്റെ ക്രിയാത്മകമായ വളർച്ചയാണ് മഖാസിദ് ശരിയ. ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ ആത്മീയമായ ലക്ഷ്യം ഈ 5 ഏരിയ മനുഷ്യനക്ക് സുരക്ഷിതമാക്കി കൊടുക്കലാണ്. നമുക്ക് ഈ SDG എന്ന് പറയും. SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. UN-ന്റെ 2015 ഈ 17 ഗോളുകളും ഈ 5 തലങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശരിക്കും മഹല്ലുകൾ UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ മഹല്ലിലുണ്ടാവും. അത് ഓൾറെഡി ഖുർആനും ഹദീസും ഒരുപാട് നല്ല പണ്ഡിതന്മാർ ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഖുർആനുമായി, ഹദീസുമായി, ദീനുമായി വളരെ ബന്ധപ്പെട്ട ആഴത്തിലുള്ളതാണ് എന്ന വലിയ റിസർച്ചുകൾ പഠനത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖല ഇപ്പൊ ഈ പണ്ഡിതനെ സംബന്ധിച്ച് ഇപ്പൊ പള്ളിയിൽ മാത്രമാണ് ജോലി. അത് മാത്രം തന്നെ 8 വർഷം പഠിച്ചിട്ടും ശരിക്കും തജ്വീദോടെ പാരായണം ചെയ്യാൻ പോലും പലർക്കും കഴിയുന്നില്ല. അതൊരു കുറവാണ്. 8 വർഷം പഠിച്ച പണ്ഡിതൻ പല ജോലി ചെയ്യുന്ന ജോലിയെ പറ്റി, ദീനി സേവനത്തെ പറ്റി നോക്കിയാൽ അദ്ദേഹത്തിന്റെ 8 വർഷത്തെ വിജ്ഞാനത്തിന് ആവശ്യമില്ല. ഒരു മദ്രസ സംവിധാനം ഇവിടെ വളരെ വ്യാപിച്ചു വരുന്നുണ്ട്. ആ മദ്രസ സംവിധാനം പഠിപ്പിക്കാൻ സാധാരണക്കാരനെ പഠിപ്പിക്കാം. ഒരു സാധാരണക്കാരനും ആ മദ്രസ സംവിധാനം പഠിപ്പിക്കാം. ഒരു 3 ദിവസത്തെ 4 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയാൽ മതി. അത്ര സിമ്പിളായ മദ്രസ സംവിധാനം പഠിക്കാൻ 8 വർഷം പഠിച്ച ആളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഔട്ട്പുട്ടോ വളരെ കുറവാണ്. അപ്പൊ ഈ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമുക്ക് മാറി ചിന്തിച്ചൂടെ? 8 വർഷത്തെ സിസ്റ്റം നമ്മുടെ +2 പോലെ 2 വർഷം, ഡിഗ്രി പോലെ 3 വർഷം, PG പോലെ 7 വർഷം, അങ്ങനെ ഒരു വ്യക്തിത്വ തട്ടുകളാക്കിയാൽ ആവശ്യക്കാരൻ ആ മുഴുവൻ പഠിച്ചാൽ മതിയല്ലോ. ആവശ്യക്കാർ മാത്രം മുദരിസ്, മുഫത്തിഷ്, മുഫ്തി അല്ലെങ്കിൽ മുഹദ്ദിസ്, മുഫസ്സിറൊക്കെ ആവുന്ന ആൾ 8 വർഷം 10 വർഷം പഠിക്കണം. സാധാരണ ഒരു ഇമാമാകാൻ മിനിമം 3 വർഷം പഠിച്ചാൽ മതി. തജ്വീദ് തെറ്റാതെ ഓതണം, ഖുർആൻ ശരീഫ് അർത്ഥം പറഞ്ഞു കൊടുക്കാനുള്ള അത്യാവശ്യം കഴിവുണ്ടാവണം. പിന്നെ മുഴുവൻ പഠിക്കണം. ഇപ്പോൾ റിസർച്ച് മൈൻഡ് ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾ, ന്യൂജൻ മക്കൾക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് പരിശീലിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഗീലാൻ ഇന്റലക്ച്വൽ അക്കാഡമി ആരംഭിക്കാൻ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നിങ്ങളുടെ ഈ മഹല്ല് വികസനവുമായി ബന്ധപ്പെട്ടും ഇത്തരം ഇസ്ലാം ചൂഷണം ചെയ്യപ്പെടുന്ന, മുസ്ലിമുകൾ ചൂഷണം ചെയ്യപ്പെടുന്ന, ഇസ്ലാമിന് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ദുരന്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ ഇടപെടലുകൾ. ഒന്ന്, നേരത്തെ പറഞ്ഞ സദഖയുടെ ഒരു റീപ്ലേസ്മെന്റ് ആണ്. ഒരു ചെറിയ ചാരിറ്റി ബോക്സ് വാങ്ങിച്ച് നമ്മുടെ ഈ സദഖ അവിടെ കൊണ്ടിടുക എന്നുള്ളതാണ്. എന്നിട്ട് അർഹരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. 2, ഇത്തരം കൂട്ടായ്മകളെ, മഹല്ല് വികസനത്തിന് വേണ്ടി ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ലളിതമായി സംവിധാനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ മാറ്റാൻ കഴിയും. നമ്മൾ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അള്ളാഹു ചോദിക്കുന്നുണ്ട്, മുത്തനബി ഉഹദിൽ അവിടുത്തെ പല്ല് ഷഹീദായി എന്ന്, അവിടുത്തെ പടച്ചട്ട തലയിലേക്ക് തുളച്ചു കയറി രക്തം ധാരധാരയായി ഒഴുകിയെന്ന്, അവിടുന്ന് കുഴിയിലേക്ക് മറിഞ്ഞു വീണ് രക്തസാക്ഷി
രക്തസാക്ഷിയായി എന്ന് കിംവദന്തി ഉണ്ടാക്കപ്പെട്ടു എന്ന് ഓരോ സംഭവങ്ങളും തങ്ങളുടെ ത്യാഗത്തെ പറ്റി കേൾക്കുമ്പോൾ, അവിടുത്തെ സഹാബത്തിന്റെ ത്യാഗത്തെ പറ്റി കേൾക്കുമ്പോൾ, ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തിരുനബിയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ തങ്ങൾ നോക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം കരിമ്പടം ഉടുത്തിട്ട്, കരിമ്പടം ചണ കൊണ്ടുണ്ടാക്കിയ കരിമ്പടം ഉടുത്തു വന്നു. ജിബ്രീൽ, എന്താ നീ കരിമ്പടം ഉടുത്തു വന്നിരിക്കുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മാത്രമല്ല, അങ്ങ് നോക്ക്, മാലാഖമാർ മുഴുവനും കരിമ്പടം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ജിബ്രീലേ വിശേഷം? തങ്ങളെ അങ്ങയുടെ കൂട്ടുകാരൻ വരുന്നത് കണ്ടോ? തങ്ങൾ നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. കരിമ്പടം കൊടുത്തിട്ടാ വരുന്നേ, ഉടുപ്പില്ല, കരിമ്പടം കൊടുത്ത്, ചണ കൊണ്ടുള്ള കരിമ്പടം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം അല്ലാഹുവിന്റെ വഴിയിൽ കൊടുത്ത് പൂർണ്ണമായും സമർപ്പിതനായി വലിയ പദവിയിലെത്തിയ ആ മനുഷ്യനെ അള്ളാഹു തൃപ്തിപ്പെടുകയും എന്നിട്ട് മാലാഖമാരോട് അല്ലാഹു പറഞ്ഞു, എന്റെ അടിമത വരുന്നത് കണ്ടോ, എന്റെ വഴിയിൽ ചെലവഴിച്ച് ദരിദ്രനെ പോലെ വരുന്നത് കണ്ടോ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ വലിയ അവസ്ഥയെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും കരിമ്പടം എടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. മഹാന്മാരായ സഹാബാക്കളുടെ ഓരോ അവസ്ഥയെടുത്തോ ത്യാഗത്തിന്റെ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, തെരുവിലൂടെ നടന്നു പോയാൽ മണിക്കൂറുകൾ കഴിഞ്ഞാലും ആ മടന്നു പോയതിന്റെ സ്മെല്ല് പോവില്ല. അത്ര കൂടിയ സുഗന്ധം പൂശിയിരുന്ന ആളാണ്. ഒടുവിൽ വഫാത്തായപ്പോൾ കഫൻ പുടവയില്ല. ഉള്ള കഫൻ പുടവ തലമറച്ചാൽ കാല് മറച്ചാൽ തലമറയില്ല. ഒടുവിൽ തങ്ങൾ എന്ത് പറഞ്ഞു? കുറച്ച് പുല്ല് ശേഖരിക്കാൻ. ആ പുല്ല് കാലിന്റെ ഭാഗത്ത് മറച്ചദ്ദേഹത്തെ കഫൻ ചെയ്യും. മഹത്തുക്കളെ, മഹത്തുക്കളായ സഹാബാക്കൾ ത്യാഗം സഹിച്ചവരാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബത്തും, നിങ്ങൾ എന്താ വിചാരിച്ച്, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം സാധ്യമാകാമെന്നോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, മുൻഗാമികൾക്ക് വന്നു പോയ വിപത്തുകൾ, ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ നിങ്ങൾക്ക് വന്നു പോകാതെ, പരീക്ഷിക്കപ്പെടാതെ ഇല്ല, പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മത്താ യഖൂലു റസൂലു വല്ലദീന ആമനു മത്താ നസ്റുല്ലാഹ്, പ്രവാചകനും അനുയായികളും ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ വരിക? അതുകൊണ്ട് ത്യാഗപ്പെടണം. പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നമുക്ക് സുഖം കിട്ടില്ല. വാഷിംഗ് മെഷീൻ ഓണാക്കി വസ്ത്രം എടുത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എടുത്താൽ അഴുക്ക് പോയിട്ടുണ്ടാവോ? ഇല്ലല്ലോ. എന്ത് വേണം? അതിനകത്തേക്ക് കെമിക്കൽ ചേഞ്ചിന് ആവശ്യമായ പൊടി ഇടണം, വെള്ളം ഓണാക്കണം, അവസരോചിതമായി സംയോജിതമായി ഇടപെട്ട് ആ കർമ്മം പൂർത്തീകരിച്ചാലാണ് വസ്ത്രം വൃത്തിയാവുക. എന്നതുപോലെ റമദാനിലേക്ക് കടന്നു, നോമ്പെടുത്തു, ശുദ്ധിയാവുമോ? ഇല്ല. എന്റെ ചിന്തകളെ ശ്രദ്ധിച്ചോ, എന്റെ സംസാരങ്ങളെ ശ്രദ്ധിച്ചോ, കർമ്മങ്ങളെ ശ്രദ്ധിച്ചോ, ഞാൻ മാറിയോ, ഞാൻ എന്നെ മാറ്റിയോ? എന്നെ മാറ്റുക അത് വലിയ പ്രശ്നമാണ്, വലിയ പ്രയാസമാണ്. മറ്റുള്ളവരെ മാറ്റുക എളുപ്പമാണ്. സ്വന്തത്തെ മാറ്റൽ, എനിക്ക് എന്നിൽ മാറ്റമുണ്ടാക്കി എന്റെ ഏറ്റവും സൂപ്പർ വേർഷനിലേക്ക്, എന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ വേർഷനിലേക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്നിൽ ഇടപെടുന്നതിന്റെ ത്യാഗത്തിന്റെ പേരാണ് സൗം, റമദാൻ കരിക്കുന്നത് എന്ന് പറയും. തിന്മയെ, മോശത്തെ, വേണ്ടാത്ത, ആവശ്യമില്ലാത്തതിനെ കരിച്ച് വിശദീകരിക്കുന്നത്. അങ്ങനെ പൂർണ്ണതയിലേക്കുള്ള അധ്വാനമാകട്ടെ നമ്മുടെ നിക്ഷേപം തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. പുണ്യമായ റമദാൻ നമ്മൾ വിടവാങ്ങുമ്പോൾ ഏറ്റവും അനുഗ്രഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്മാർഗത്തിന്റെ, ശാന്തിയുടെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും സമ്മാനങ്ങൾ സ്വീകരിച്ച സ്വാര്യങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും നേടിയ മഹത്തുക്കളായി വിജയിക്കാൻ അല്ലാഹു നമ്മെ നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.